നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന എല്ലാ കാര്യങ്ങളും സംശയലേശമെന്നെ അപ്പടി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തത് കാരണം അദ്ദേഹത്തിന് സിദ്ദീഖ് അഥവാ സത്യം അംഗീകരിക്കുന്നവൻ എന്ന ബഹുമതി നാമം ലഭിക്കുകയുണ്ടായി. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോവാൻ അവസരം ലഭിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിസ്തുലമായ ഒരു സൗഭാഗ്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യാത്രയിൽ വലിയൊരു ആപൽഘട്ടമുണ്ടായിരുന്നില്ലല്ലോ. ശത്രുക്കൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകടപ്പെടുത്താനും നശിപ്പിക്കാനും ഒരുങ്ങിയ ഘട്ടം. ആത്മരക്ഷയ്ക്ക് വേണ്ടി പർവ്വത ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റൊരു തുണയും ഉണ്ടായിരുന്നില്ല. ശത്രുക്കളുടെ കാൽപാദത്തിൻ്റെ ഒച്ച കേട്ട് ഭയവിഹ്വലനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയെ, അതാ അവർ നമ്മെ കാണും, കണ്ടാൽ നമ്മുടെ കഥ എന്താകും? മാറിടത്തിൽ തടവി സമാശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കറെ, ഭയപ്പെടേണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഹിജ്റയെ സംബന്ധിച്ച് ഖുർആൻ വിവരിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിശേഷിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാഹിബ്, അതായത് അനുചരൻ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരനായ അബൂബക്കറും സുരക്ഷിതനായി മദീനയിലെത്തി. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവബഹുലമായ ജീവിതത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്തത സഹചാരിയും താങ്ങും തണലുമായും നിലകൊണ്ടു. യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലുമെല്ലാം ഒന്നുപോലെ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ അടർത്തിയെടുക്കാൻ കഴിയാത്ത ഒരു അനിവാര്യ ഘടകമായിരുന്നു അബൂബക്കറിൻ്റെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരും മദീനയിൽ ഒരു പള്ളി നിർമ്മിക്കാൻ തീരുമാനിച്ചു. സ്വതന്ത്രമായി സൃഷ്ടാവിനെ ആരാധിക്കാൻ ഒരു കേന്ദ്രം. ആദ്യമായി നിർമ്മിച്ച പള്ളിയായിരുന്നു അത്, ഖുബാ മസ്ജിദ്. അതിൻ്റെ ഒന്നാമത്തെ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് സ്ഥാപിച്ചപ്പോൾ രണ്ടാമത്തേത് അബൂബക്കറിൻ്റെ വകയായിരുന്നു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മസ്ജിദ് നബവിക്ക് തറക്കല്ലിട്ടത്. ഇസ്ലാമിൻ്റെ ആസ്ഥാനമായി തീർന്ന പ്രസ്തുത പള്ളിയുടെ സ്ഥലം നൽകിയത് മദീനയിലെ 2 അനാഥ ബാലന്മാരായിരുന്നു, ബനു നജ്ജാർ ഗോത്രക്കാരായിരുന്നവർ. പള്ളിയുടെ സ്ഥലം നബിക്ക് പ്രതിഫലം കൂടാതെ നൽകാനാണ് അവർ തീരുമാനിച്ചതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. വിലക്ക് വാങ്ങാനാണ് നബി തീരുമാനിച്ചത്. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം ധനം ചെലവഴിക്കുകയും ചെയ്തു. ബദറിലും ഉഹദിലും അബൂബക്കറിൻ്റെ ത്യാഗം നിസ്തുലമാണ്. ഉഹദിൽ മുസ്ലിം സൈന്യം അടിപതറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്തപ്പോൾ സ്ഥിരചിത്തതയോടെ പൊരുതിയ ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനിക നേതൃത്വം ഏൽപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസവും പക്വതയും മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഹുദൈബിയ സന്ധി വ്യവസ്ഥയെക്കുറിച്ച് സഹാബികൾക്കിടയിൽ മുറുമുറുപ്പുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു പോലും അതിൽ അസന്തുഷ്ടനായിരുന്നു. ഉമറിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല ഉമറെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി ഉമർ ഒന്നും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എപ്പോഴും സഹായിയാകുന്നു. ദാനത്തിൽ അദ്വിതീയനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മത്സരബുദ്ധിയോടുകൂടി അദ്ദേഹത്തെ മറികടക്കാൻ ശ്രമിച്ച പലരും പരാജയപ്പെട്ടു പോയി. റോമിലെ കൈസർ മദീനയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പരന്നു. മുസ്ലിങ്ങൾ സാമ്പത്തികമായി വളരെ വിഷമിച്ച ഒരു ഘട്ടം. പ്രതിരോധത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനമുണ്ടായി. എല്ലാവരോടും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സംഭാവനകളുടെ കൂമ്പാരമുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു
ഭാരിച്ച സംഖ്യകൾ തന്നെ സമർപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മുൻപന്തിയിലായിരുന്നു. പലരും ആകെ സ്വത്തിൻ്റെ ഒരു വിഹിതമായിരുന്നു സമർപ്പിച്ചതെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത് അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമായിരുന്നു. ആ ഒരു വിഷയത്തിലും ആ മഹാനുഭാവനെ കവച്ചു വെക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മെ വിശദീകരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.